ഇന്ന് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അഡിക്ഷൻ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ അഡിക്ഷനിൽ നിന്നും പുറത്തു വരണം, അതിനെ അതിജീവിക്കണം, പഴയതുപോലെ ആകണം എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു, അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് പലരും സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ളവരുണ്ട്, മദ്യം കുടിക്കുന്ന ശീലമുള്ളവരുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ്, എല്ലാവരും വായിച്ചിട്ടുണ്ടാകാം, അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാലോ ഒരിക്കൽ അത് ആസ്വദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് കുട്ടികളായിരിക്കാം, മുതിർന്നവരായിരിക്കാം, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഒരിക്കൽ അത് ടേസ്റ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അത് തൻ്റെ ഉള്ളിൽ ഒരു ശീലമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഇത് വായിക്കാൻ അറിയാണ്ടല്ല, അഥവാ അതിൽ എഴുതിയത് എന്താണെന്ന് പോലുള്ള അറിവുണ്ടായിട്ട് പോലും അതിനോട് നമ്മൾ താല്പര്യം വർദ്ധിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു അഡിക്റ്റായി മാറുകയാണ്. നമ്മൾ, അതായത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മൾ, ബുദ്ധിജീവിയായിരിക്കുന്ന മനുഷ്യൻ ഈ നിസാരമായിരിക്കുന്ന ഒരു കാര്യത്തിന് തന്നെ അഡിക്റ്റായി മാറുകയാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ അറിയണം, ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അനേക പ്രകാരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. കേവലം സ്മോക്കിങ്ങോ ഡ്രിങ്കിങ് മാത്രമല്ല, പല വിധത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. ഇപ്പോ നമ്മളൊരു കർമ്മത്തെ, ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാറ്റേണിൽ പോകുമ്പോൾ, അത് ഒരു രീതിയെ നമ്മൾ സ്വീകരിച്ചു പോകുമ്പോൾ, തുടർന്ന് അഥവാ അതിനെ ആവർത്തിച്ച് നമ്മൾ ആ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് മോശമായിരിക്കുന്ന കർമ്മമായി മാറുമ്പോഴാണ്, അഥവാ മോശമായ കർമ്മത്തെ നമ്മൾ ആവർത്തനം ചെയ്ത് അത് നമ്മുടേതായിട്ടൊരു പാറ്റേൺ ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ അതിനെ അഡിക്ഷൻ എന്ന് പറയുക. നല്ല ശീലങ്ങളെ നമ്മൾ ഒരിക്കലും അഡിക്ഷൻ എന്ന് പറയാറില്ല. എപ്പോഴാണോ അഡിക്ഷനായി മാറുന്നത് ഏതൊരു കാര്യത്തിലും, അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സ്മോക്കിങ്ങിന്റെ ആ ഒരു എഡിക്ഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ തന്നെ പലരും നമ്മളിൽ നിന്നും വിട്ടുപോകാറുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരി, നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ, നമ്മുടെ മുൻപിൽ അവർ നല്ല രീതിയിൽ ആണെങ്കിൽ പോലും അവര് പുറകുവശത്തിൽ അവർ ചിന്തിക്കുന്നുണ്ടാകാം, എന്തൊരു നാറ്റമാണ്, അതായത് അതിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് പോലും പലർക്കും സഹിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരു മദ്യപാനി ആണെങ്കിൽ പോലും ഒരു ദിവസം 2 ദിവസം അല്ലല്ലോ, നിരന്തരം കുടിക്കുന്ന ശീലമുള്ളവരാകുമ്പോൾ അവരിൽ നിന്ന് പല ബന്ധങ്ങളും വിട്ടുപോവുക മാത്രമല്ല, അവരെ മുതലെടുക്കുന്നവരും ധാരാളം പേരുണ്ടാകും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ഈ ഒരു അഡിക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളാകട്ടെ അഥവാ നഷ്ടങ്ങളാകട്ടെ, അതിനെക്കുറിച്ച് ഞാൻ റിയലൈസ് ആകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഒരിക്കൽ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു, നാളെ ഹർത്താലാണ് എന്ന്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാലോ, മുൻകൂട്ടി പ്രഖ്യാപനം ഉണ്ടെങ്കിൽ ഹർത്താലായ നമ്മൾ മുൻകൂട്ടി തന്നെ തലേ ദിവസം തന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും, വീട്ടു സാധനങ്ങളൊക്കെ. അങ്ങനെ ഒരു കടയിലേക്ക് നമ്മൾ പോയപ്പോൾ, ഒരു ചെറിയ കടയിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ ഒരു വ്യക്തി വന്ന് കൂടുതൽ സിഗരറ്റ് പാക്കുകൾ വാങ്ങിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, ഇത്രയധികം സിഗരറ്റ് പാക്കറ്റുകൾ എന്തിനാ വാങ്ങിക്കുന്നത്? അപ്പൊ ആ വ്യക്തി പറയാണ്, നാളെ ഹർത്താലല്ലേ, ഇത് കിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇന്നേ വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാല്, അപ്പൊ അവര് പറയാണ് അതാണ് അവരുടെ ജീവിതം. അപ്പൊ അവർക്ക് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വീകാര്യമാകുന്നില്ല, അത് റിയലൈസ് ആകുന്നില്ല. അപ്പൊ ഇത് കേവലം ഒരു സ്മോക്കിംഗ് മാത്രമാണ്. അതുപോലെ തന്നെ പലർക്കും പല രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ട്. അതിൽ നിന്നും അവർക്ക് മനസ്സിനൊരു സ്വാതന്ത്ര്യം പോലും ഉണ്ടാകുന്നില്ല. അവരൊരു ഫ്രീ ബേർഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കാത്ത ഘട്ടങ്ങളും ഉണ്ട്. ഇപ്പോ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഡിക്ഷൻ എന്താണ്? കുട്ടികളെ കുറിച്ചാണ്, അല്ലെ? കുട്ടികള് മൊബൈൽ ഗെയിമിങ്ങില്
അവർ എഡിക്റ്റ് ആയിരിക്കുകയാണ്. പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതെ, മുതിർന്നവരോടൊരു ബഹുമാനമില്ലാതെ, അവരുടെ ലൈഫ് തന്നെ എവിടത്തേക്ക് പോകുന്നു എന്ന് പോലുള്ള ചിന്ത പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ഇന്ന് എല്ലാവരും, ഇന്നൊരു ബസ് കയറാട്ടെ, ട്രെയിൻ യാത്രയ്ക്കിടയിലാകട്ടെ, പരസ്പര സംഭാഷണമോ പരസ്പരം ചിരിക്കാനോ പരസ്പരം പരിചയപ്പെടാൻ പോലും ഇന്ന് മനുഷ്യൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കാണാം. കാരണം നമ്മൾ കുറച്ച് സമയം കിട്ടുമ്പോഴേക്കും മൊബൈൽ എടുക്കാം, മൊബൈലിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് എത്രമാത്രം എൻ്റെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, അതിൽ എന്തെനിക്ക് നേട്ടമുണ്ടോ, അത് നഷ്ടമുണ്ടോ, അതോ എനിക്ക് ആവശ്യമുള്ളതാണോ അനാവശ്യകരമാണോ എന്ന് പോലും ചിന്തയില്ലാതെ പ്രായഭേദമന്യേ നമ്മൾ ഇന്ന് അതിലേക്ക് അഡിക്റ്റ് ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ പലർക്ക് വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ശീലങ്ങൾ ഉണ്ടാകാം. ഓരോരോ ബ്രാൻഡഡ് വരുമ്പോഴേക്കും അവർ ഓരോ കമ്പനികളുടെ കാറുകൾ വാങ്ങിച്ചിടുന്ന അത്തരത്തിലൊരു ശീലം ഉണ്ടാകാം. അതിന് ഇല്ലാത്ത പണം ഉണ്ടാക്കി വേണമെങ്കിൽ വാങ്ങിക്കുന്നവരുമുണ്ട്. ചിലർക്കാണെങ്കിലോ ഡ്രസ് മാച്ചിങ് ആയിരിക്കുന്ന വസ്തുക്കളൊക്കെ വാങ്ങിച്ചു വെക്കാം. അത്ര തന്നെ വസ്ത്രങ്ങളും വാങ്ങിക്കും, അതിന് മാച്ച് ആയിരിക്കുന്ന വസ്തുക്കൾ, അത് ചെരുപ്പായ ആഭരണങ്ങളായിരിക്കാം, പുരുഷന്മാരാണെങ്കിൽ ടൈ ആയിരിക്കാം, ഷൂ ആയിരിക്കാം, പല രീതിയിലും വാച്ചുകളായിരിക്കാം. ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നൊരു ശീലമുണ്ട്. അതും ഒരു തരത്തിലുള്ള അഡിക്ഷനാണ്. അതേപോലെ തന്നെ ആഹാരത്തിന്റെ ഫുഡ് അഡിക്ഷനും ഉണ്ട്. ഇന്ന് വീട്ടില് അമ്മ അല്ലെങ്കിൽ ഭാര്യ സ്നേഹത്തോടെ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇന്ന് എല്ലാവരും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും എന്ന് പറഞ്ഞ് പുറത്തെ സ്ട്രീറ്റ് ഫുഡിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുകയാണ്. അതും ഒരു തരത്തിലുള്ള അഡിക്ഷൻ ആയിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ തരത്തില് പല വിധത്തിലുള്ള അഡിക്ഷൻ. ചിലർക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് മദ്യപാനം ചെയ്യണം, ചിലവര് ചായക്ക് അഡിക്റ്റ് ആയിരിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല വിധത്തിലുള്ള അഡിക്ഷനിൽ പെട്ടുകിടക്കുകയാണ് മനുഷ്യൻ. ഇന്ന് നമ്മൾ വളരെയധികം ദുഃഖകരമായിട്ട് പറയേണ്ടി വരുന്നു, ടീനേജേഴ്സ് മുഴുവനും സ്കൂളുകളിലാണെങ്കിലും അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കുട്ടികള് ഇന്ന് വളരെയധികം ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്, അങ്ങനെ ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇന്ന് പലരും, അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അഥവാ നമ്മുടെ സർക്കാരാണെങ്കിലും അതിൻ്റെ പുറകെ പ്രയത്നിക്കുന്നുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാൻ, അതിൽ നിന്നും പുറത്തേക്ക് നമ്മുടെ വരും തലമുറയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ സാധിക്കുന്നുണ്ടോ? അവിടെ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം വരുന്നുണ്ട്. കാരണം എത്രമാത്രം നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നില്ല, നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല, അത്രമാത്രം എനിക്ക് മറ്റുള്ളവരെയും അതിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുകയില്ല. അപ്പൊ നമുക്കിവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ഈ ഒരു അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ശ്രദ്ധയില്ലായ്മ എന്താണ്? എനിക്ക് എന്നിലേക്ക് തന്നെ മനസ്സ് ഏകാഗ്രമാക്കുവാൻ സാധിക്കുന്നില്ല. എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ റിയലൈസേഷൻ വരണം, ഇതെനിക്ക് വേണ്ട, ഇത് എൻ്റെ ജീവിതത്തിന് ഇത് വലിയ ഹാനികരമാണ് എന്നുള്ള റിയലൈസേഷൻ തൻ്റെ ഉള്ളിൽ ആ അറ്റൻഷൻ വരുമ്പോൾ മാത്രമേ ആ ഉറച്ച തീരുമാനത്തിലേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. ഇത് വേണ്ട എന്നുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളിൽ ഉറച്ചു വരുമ്പോൾ മാത്രമേ, ആ ശ്രദ്ധ തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ ഏതൊരു വ്യക്തിക്കും വളരെ സഹജമായി തന്നെ ഈ പ്രകാരത്തിലുള്ള അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എത്രമാത്രം എൻ്റെ ഉള്ളിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടാകുന്നില്ല, അത്തരത്തിലുള്ള വ്യക്തികൾ അവനവനിൽ ശ്രദ്ധയില്ല, അവന്റെ ജീവിതത്തിൽ ശ്രദ്ധയില്ല, അവരുടെ കുടുംബത്തോട് അവർക്ക് ശ്രദ്ധയില്ലാത്തവരാണ് അലക്ഷ്യമായി ഈ രീതിയിലുള്ള ദുശീലങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ശ്രദ്ധ നൽകിക്കൊണ്ട്, നമ്മുടെ ചിറകിൻ്റെ ഇടയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ശ്രദ്ധ നമ്മൾ കൊടുത്തുകൊണ്ട്, എൻ്റെ ജീവിതത്തിന് എത്രമാത്രം മൂല്യമുണ്ട്, മഹത്വമുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നാൽ, ആ ഒരു ദൃഢത, എനിക്ക് മാറണം എന്നുള്ള ആ ഒരു ഉറച്ച ദൃഢത നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്നും, ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിൽ നിന്നും വളരെയധികം എളുപ്പത്തിൽ തന്നെ ജയിച്ചു പുറത്തേക്ക് വരാൻ സാധിക്കും. നമ്മുടെ മനസ്സിന്, നമ്മുടെ ജീവിതത്തെ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും.